പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ജയിലിൽ കഴിയുന്ന ഡിവൈഎഫ്ഐ നേതാവ് വി.കെ. നിഷാദിന് പരോൾ അനുവദിച്ചു. ഹൈക്കോടതിയാണ് 5 ദിവസത്തേക്ക് അടിയന്തര പരോൾ നൽകിയത്. ഭാര്യ മാതാവിന്റെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു നിഷാദ് അപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് ചെയ്യുന്നത്. നിഖിൽ, എന്താണ് ഈ ഒരു അടിയന്തര പരോളിനുണ്ടായ സാഹചര്യം? നിഷാദ് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇത്തരത്തിൽ 5 ദിവസത്തേക്ക് അടിയന്തര പരോൾ അനുവദിച്ചത്. ഇന്ന് രാവിലെയാണ് നിഷാദ് പുറത്തിറങ്ങിയത്. നിഷാദ് അപേക്ഷയിൽ പറഞ്ഞിരുന്നത് ഭാര്യ മാതാവിന്റെ അനാരോഗ്യം കാരണം പരോൾ അനുവദിക്കണം എന്നുള്ളതായിരുന്നു. ഏതായാലും ഇത് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായത്. പക്ഷേ ഈ LDF സർക്കാരിന്റെ അവസാന നാളുകളിൽ ലഭിച്ച അപേക്ഷയാണ്. അവിടെ സെൻട്രൽ ജയിൽ അധികൃതരും ഒപ്പം തന്നെ ജയിൽ ഉപദേശക സമിതിയും എല്ലാം അനുമതി നൽകിയതിനു ശേഷമാണ്, അവർക്ക് എതിർപ്പില്ല എന്ന് അറിയിച്ചതിന് ശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു തീരുമാനം കൂടി വന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി ജയരാജന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിഷേധങ്ങൾക്കിടെ പയ്യന്നൂരിൽ വെച്ച് പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് നിഷാദ് ശിക്ഷിക്കപ്പെട്ടത്. മാത്രമല്ല, പയ്യന്നൂർ നഗരസഭയിലേക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിലും ഈ കേസിൽ ശിക്ഷാവിധി വരികയും പിന്നീട് ജയിലിലാവുകയും ചെയ്തതോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ നിഷാദ് ഈ കൗൺസിലർ എന്ന നിലയിൽ അയോഗ്യനാക്കപ്പെടുക ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ശരി, നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്.